ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നൊരു മോമോസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മോമോസ് ഉണ്ടാക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ ഞാൻ തലേ ദിവസം മസാല തിരുമ്പി വെച്ച ചിക്കൻ ഇട്ടിട്ടുണ്ട്. വെള്ളവും പാർന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഇന്നലെ എൻ്റെ നാത്തൂൻ്റെ മോള് വീട്ടിലേക്ക് വന്നിരുന്നു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, അമ്മായിയെ എനിക്ക് മോമോസ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഉണ്ടാക്കിത്തരാം, ഞാൻ നാളെ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു. അതും പറഞ്ഞാണ് ഞാൻ ഞായറാഴ്ച രാവിലെ എൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാൻ വൈകുന്നേരം വന്നപ്പത്തിന് ഓളോളെ വീട്ടിലേക്ക് പോയിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ഓളിഞ്ഞോട് പറഞ്ഞതല്ലേ, ഞാനത് ചെയ്ത് കൊടുത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. അപ്പോൾ ഞാൻ എന്താട്ടി, കോളേജ് വിട്ട് വന്ന ദിവസം രാത്രി, തിങ്കളാഴ്ച രാത്രി ഇതുണ്ടാക്കിട്ടോ. ഞാനിപ്പോൾ വീഡിയോ ഇപ്പോഴാണ് ഇടുന്നത്. അതിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റീം ചെയ്യാനുള്ള മസാലക്കൂട്ട് നമുക്ക് റെഡിയാക്കാം. തക്കാളി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ചിക്കന്, സോയാ സോസ്, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സോയാ സോസ് ഇട്ടതിന് ശേഷമുള്ളൂ ഉപ്പിടാൻ പറ്റുക. കാരണം എന്താ വെച്ചാൽ സോയാ സോസിൽ ഉപ്പുണ്ട് അത്യാവശ്യം. അപ്പോൾ അത് അറിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ഇടാൻ പറ്റുക കേട്ടോ. അങ്ങനെ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇത് എനിക്ക് ഉണ്ടാക്കി വല്ല ശീലമൊന്നുമില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഉണ്ടാക്കുന്നത് മോമോസ്. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ആ സംഭവം. പക്ഷേ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും റെഡിയായി. മൈദ തപ്പിയപ്പോൾ മൈദ കാണാനില്ല. അപ്പോൾ ഞാൻ എന്താട്ടി, ചപ്പാത്തി പൊടി കൊണ്ട് ഉണ്ടാക്കി. വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ആരില്ലേനും, ഞാൻ ഒറ്റക്കൊള്ളേനും, ഞാനും മോൾ ഒറ്റക്കൊള്ളേനും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ചപ്പാത്തി പൊടി കൊണ്ട് ഉണ്ടാക്കാം. എല്ലാവരും വരുമ്പോഴത്തേന് പണി എളുപ്പം കഴിച്ചാണ്. എന്നാൽ കൊളായ വേഗം എടുത്ത് കളയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പം റെഡിയാക്കുകയാണ്. അങ്ങനെ ഞാൻ ചപ്പാത്തി ഇങ്ങനെ പരത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് നല്ല റിസ്ക് ഉള്ള പരിപാടിയാണ്. നല്ല സോഫ്റ്റ് ആവേണ്ടിയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കുഴക്കാൻ അറിയാത്തത് കൊണ്ട് നമുക്കറിയണത് പോലെ പരത്തുക, അത്രേ ഉള്ളൂ ഇതിൽ. ഫസ്റ്റ് ടൈം ഒക്കെയാണ് കുക്കിങ് ചെയ്യണേ, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടിക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ. നമ്മളിത് ചെയ്യുമ്പോഴല്ലേ നമ്മൾ പഠിക്കണത്. നമ്മളൊന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഏതൊരു സംഭവത്തിക്കും നമ്മൾ ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഓരോന്നും പഠിക്കണത്. അപ്പം അങ്ങനെയാണ് നമ്മളെ ഈ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു സംഭവമാണ്. അങ്ങനെ ഞാനിതില്ലേ പ്രസ് ചെയ്തപ്പോൾ ഇത് കിട്ടണില്ല. അപ്പോൾ ഞാൻ എന്താട്ടി, കത്തി വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുത്ത്. അപ്പോൾ എനിക്ക് നേരെ കിട്ടിട്ടോ. ഇനി ഇതിലേ ചട്ടി വെച്ചിട്ട് എണ്ണ പാർന്ന് ഉള്ളിയൊക്കെ ഇട്ടിട്ടോ. ഇത് പൊരിക്കുന്നതിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കുകയാണ്. അതേപോലെ തന്നെ ഇത് ഉണ്ടാക്കി കൊണ്ടേ കൊടുക്കുമ്പോൾ എന്താ പറയുക എന്നുള്ളൊരു ഐഡിയ എനിക്കില്ല കേട്ടോ. അപ്പോൾ വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയണത് പോലെ ചെയ്യാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കങ്ങനെ മടിയൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്കിതിപ്പോൾ എന്താവും, ഇത് കുളമാവോ അല്ലെങ്കിൽ നേരാവോ എന്നോ അങ്ങനത്തെ ഒരു പേടിയൊന്നും നമുക്കില്ല. കുളമായാലും നമ്മൾ തിന്നും. സംഗതി എന്ത് ഷേപ്പിലോ ആയിക്കോട്ടെ, അത് അതിൻ്റെ ടേസ്റ്റിലാണ് കാര്യം. അത് ടേസ്റ്റ് ഉണ്ടോ എന്ന് നമ്മൾ ഉഷാറായിക്കണമെന്ന് അർത്ഥം. അങ്ങനെ ഞാൻ മസാലകളൊക്കെ റെഡിയാക്കി സെറ്റപ്പ് ആക്കിയിട്ട് ചിക്കനൊക്കെ ഇട്ടിട്ടോ. ചിക്കൻ ഇട്ടതിന് ശേഷം ഉപ്പിട്ടിട്ടില്ല. അതിന് ശേഷമാണ് ഞാൻ സോയാ സോസ് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയത് കേട്ടോ. ഇങ്ങനത്തെ ഒരു പരുവത്തിലാവണത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കണം. നമ്മൾ പൂവട ഉണ്ടാക്കില്ല, അതേപോലെ തന്നെ. പൂവട ഉണ്ടാക്കാൻ സിമ്പിളല്ലേ, ഇതേപോലെ തന്നെ സിമ്പിളാണ്. അങ്ങനെ കണ്ടോ, മനസ്സിലായി കൊളായി. ഞാൻ പറഞ്ഞില്ലേ കൊളായി. അപ്പോൾ എൻ്റെ അമ്മച്ചി പറഞ്ഞ് എനിക്ക് പുഴുങ്ങിയത് മതി. പുഴുങ്ങിയത് പോയിട്ട് ഇവിടെ പൊരിച്ചത് തന്നെ കിട്ടാൻ വയ്ക്കാത്ത കോലായി. പണ്ടഞ്ഞ് പൊരിച്ചതുണ്ടായി. നിങ്ങൾ വിചാരിക്കും ഈ കൊച്ചിന് നാണമില്ലേ, നിങ്ങളെ മുന്നേ എന്ത് നാണക്കേടാ? എനിക്കൊരു നാണക്കേടില്ല. പക്ഷെ ഉഷാറായിക്കണു. ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ഷേപ്പിലൊന്നുമല്ല കാര്യം, ടേസ്റ്റിലാണ് കാര്യം. ഇത് ഓള് തിന്നിട്ട് എങ്ങനെ ഉണ്ട് എന്ന് ഞാൻ അവളോട് ചോദിച്ചറിയുമ്പോൾ ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുക്കാം. എന്തല്ലേ ഇത് കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ പിടിച്ചുങ്ങാണ്ടതൊക്കെ ഇതിപ്പോൾ ഇത് കണ്ടോ, കണ്ടത് ഇപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയതാണ്. അപ്പോഴാണ് മനസ്സിലായത് വീഡിയോ എടുക്കണ്ടല്ലോ എന്ന്. അങ്ങനെ അതിപ്പോൾ മോമോസ് ലാസ്റ്റ് ഇപ്പോൾ പൂവടൻ്റെ കോലത്തിലായിക്കണു. പക്ഷെ ഇങ്ങനത്തെ മോമോസ് ഉണ്ടാവാറില്ലേ? ഇങ്ങനത്തെ അല്ല, എന്നാലും ഇതേപോലത്തൊക്കെ തന്നെ. പക്ഷേ എന്ത് ചെയ്യാനാ. പക്ഷെ ഞാനത് പാക്കാക്കി കൊണ്ട് കൊടുത്ത് വിട്ടു. എന്നിട്ട് അവൾ പറഞ്ഞ ഡയലോഗ് കേട്ടോളൂ, ഉണ്ടാവും.
ഇത് മതി ഗെയ്സ്, നമുക്കിത് മതി. നമ്മൾ എങ്ങനെയോ ഉണ്ടാക്കി കൊടുത്തോട്ടെ. ഒരാളെ സന്തോഷിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ അതിനെക്കാട്ടിലും വലുതൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബായ്.